എന്താണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതെനിക്ക് പറഞ്ഞൂടല്ലോ. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ആഫ്റ്റർ എ ലോങ് ടൈം. അതെ, അപ്പൊ എല്ലാവർക്കും അറിയാം എന്നെ മിസ് ചെയ്തെന്ന്. ആര് കൂടി 4 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ 4 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല. അല്ല, നമ്മൾ എവിടെയാണ് പോകണം? നമ്മള് ഫാസ്റ്റ് ടൈം. പറഞ്ഞോട്. അതെ അതെ, ഉച്ചയ്ക്കാണ്. അല്ല, നമ്മൾ എവിടെയാണ് പോകണം? നമ്മൾ ഫാസ്റ്റ് ടൈം അമ്യൂസ്മെന്റ്സിലേക്കാണ് പോകുന്നത്. അവിടെ ഗോ കാർട്ടിംഗ് ചെയ്യാൻ പോവാണ്. വി ഗോണ റൈഡ് ദേർ. യാ. അപ്പൊ ഇന്നൊരു മത്സരം കാണോ? മത്സരം അവസാനം ആളെ എവിടെയെങ്കിലും ഇടിച്ച് കിടക്കും. ഈ പ്രകൃതി നേച്ചർ ബ്യൂട്ടി ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യും. നേച്ചർ ബ്യൂട്ടി ആണോ ക്യാപ്ചർ ചെയ്യുന്നത്? അതെ, പരിപാടിയുണ്ട്. ഇതിലോട്ട് കൈ പിടിച്ച് കയറ്റുന്നവരായിരിക്കും ചിലപ്പോൾ ഉന്നതി ഇപ്പോൾ ചിലപ്പോൾ ടീച്ചർ നാളെ വലിയൊരു യൂട്യൂബർ ആയെന്നിരിക്കും. ജസ്റ്റ് ഒന്ന് കൈ പിടിച്ച് കൊടുക്കും. മറ്റോ തകർന്നു പോകും. കൈ പിടിച്ച കൈ എങ്ങനെയാ പുതിയ വഴിത്തിരിവാണ്. മലയൊക്കെ നാട്ടിലുണ്ട്. ഇവിടത്തെ മല കാണിച്ചു കൊടുക്കണോ? ഇവിടത്തെ മല അവര് കണ്ടിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ഗൈസ്, നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ആഫ്റ്റർ 2.5 hours റൈഡ്. ഡിജോ ചേട്ടാ, എന്താണ് സന്തോഷം പങ്കുവയ്ക്കൂ? സന്തോഷം, അവസാനം നമ്മൾ എത്തിയിരിക്കുന്നു. അതെ, ഞാൻ കാണിച്ചു തരാം. ഇതാ, കാണാമോ? കാണാൻ പറ്റത്തില്ല, അവിടെ അടുത്ത് പോണ്ടി വരും. അങ്ങനെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഫോണ് നമുക്ക് അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. അതെ, സോ സംഭവം ഇങ്ങനെയായിരിക്കും. ഇവിടെ ഒരു ക്രാഷ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതെങ്ങനെ അറിയും നമ്മള്? ആണോ? ഇച്ചിരി നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ ഇതില്. എന്തായാലും അവരുടെ അടുത്തല്ലോ, എന്തായാലും കാണട്ടെ. പക്ഷെ ആര് ഏത് ലാപ്പിലാന്ന് എങ്ങനെ അറിയുന്നേ? അത് ശരിയാണല്ലോ. ലാപ്പ് നമുക്കറിയാലോട് ആദ്യം പോകുന്നത് ആരാന്നുള്ളത്. എല്ലാവരും ഓടിക്കുന്നുണ്ട്, പക്ഷെ ലാപ്പ് ഒരു വലിയൊരു ബോർഡ് വേണം. ജോൺ ചേട്ടൻ ഇന്ന് തറയിൽ കിടക്കോ? മെയിനാണ്, ഞാനാണ് ഫസ്റ്റ്. അത്രയൊക്കെ വേണോ ഗൈസ്? എന്നാലും ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. ആസ് എക്സ്പെക്ടഡ് ഞാൻ തന്നെയാണ് ഫസ്റ്റ് വന്നത്. റേസ് തുടങ്ങണതിന്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാനായിരിക്കും ഫസ്റ്റ് വരിക. എന്റെ 7 അയലോക്കത്ത് പോലും ഒരു വരത്തില്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ്. ആ പറഞ്ഞ എല്ലാ അസത്യങ്ങളാണ്. സത്യം പറഞ്ഞ ഒരു ബ്രൂട്ടൽ റേസ് ആയിരുന്നു. ഇത് ആദ്യത്തെ ട്രയലാന്നും പറഞ്ഞവരെല്ലാം ഒഴിവാക്കി. ഇനി 2 റേസും കൂടെ ഉണ്ട്. അതിലും ഞാൻ തന്നെ ഫസ്റ്റ്. അത് നമുക്ക് റിസൾട്ട് വരുമ്പോ കാണാം. ഈ മുഖം ഓർത്ത് വെച്ചോ. ഈ പറഞ്ഞ ഹെൽമറ്റ് പോലും ഇടാൻ അറിയാൻ മേലാത്തവന്മാരാണ് എന്റെ അടുത്ത് റേസിന് വന്നിരിക്കുന്നത്. ഹെൽമറ്റ് ഇടാൻ അറിയാത്തതല്ല, അത് കണ്ടുകൂടെ താഴെ. And when you're out on the track, there's no hitting the walls and absolutely no hitting other carts. And to get started up, I want your right foot all the way down the green gas and your left foot off of the red brake.
ഓ ഇവിടെ നിന്നുണ്ടോ? ഇവിടെ 2, ഇത് 2 സീറ്ററാ. ഇങ്ങനെ കുറേ സമയം പോകുന്നുണ്ട്. ഞാനാണ് ഏറ്റവും ലാസ്റ്റ്. ഉണ്ടായിരുന്നു എങ്ങനെ ജയിക്കുന്നത്? ഗൈസ്, ഇതിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ ഡിജോൺ ചേട്ടൻ 2nd പൊസിഷനിലാണ്. അപ്പോൾ അടുത്ത കളിയിൽ ഡിജോൺ ചേട്ടൻ ഫസ്റ്റ് അടിച്ചാലും അത് വലിയ കാര്യമില്ല. അത് വേറെ കാര്യം. ഫസ്റ്റ് അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ചുമ്മാ ഒരു തള്ളാണ്. ഇതിൽ ഫസ്റ്റ് അടിക്കാൻ പോണ ഞാനായിരിക്കും. ഗൈസ്, അവരറിയാതെ ഞാൻ ഒരു സത്യം കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് 38 നമ്മുടെ അല്ല. ഓക്കെ, ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് കഴിഞ്ഞ മാച്ചാണ്. നീരജിൻ്റെ ബെസ്റ്റ് ലാപ്പ് 50, അഭിജിത്ത് 50.84, ഡിജോൺ 51, വിഷ്ണു 55. ഇതിലെ ബെസ്റ്റ് ലാപ്പ് 50 ആണ്. അവിടെ ചെല്ലുമ്പം അവർ ഫസ്റ്റ് എന്നൊക്കെ പറയും. ഞാൻ പ്രൂഫ് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്താണ് പറയാനുള്ള? ഇപ്പോഴത്തെ റേസിൽ എന്റെ കാല് വാരി എന്റെ കൈക്ക് വേദന എടുക്കണം, എന്റെ തല എനിക്ക് ഡിജോൺ ചേട്ടൻ പറയും. ഇപ്പോഴത്തെ റേസിൽ ഞാൻ കഴിഞ്ഞ റേസിൽ ഫസ്റ്റ് അടിച്ച അഭിയത്തിന് തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്നും ചോദിക്കുന്നത്. പക്ഷെ എങ്കിലും ഞാൻ സെക്കൻഡ് എത്തി. ഫസ്റ്റ് അടിച്ചതല്ല, ഫസ്റ്റ് എന്ന് സ്വയം പറയുന്നു. പക്ഷേ റിസൾട്ടില് സെക്കൻഡ് ഉണ്ട്. ഫസ്റ്റ് ഇതില് സെക്കൻഡ് നീരജ്. ഗൈസ്, വിചാരിക്കാൻ പോലെ നല്ല പാടാണ്. കൈയൊക്കെ നല്ല പെയിൻ ഉണ്ട്. ലൈക്ക് എന്തോ പറയാ, സ്റ്റിയറിംഗ് ഒക്കെ നല്ല പാടാ വളയ്ക്കാനൊക്കെ. ഗൈസ്, അങ്ങനെ 3 ലാപ്പും കഴിഞ്ഞു. അല്ല, 3 ഹീറ്റും കഴിഞ്ഞു. അല്ലല്ല, സ്റ്റാറ്റിക്സ് പ്രകാരം നമുക്ക് നോക്കാം. അങ്ങനല്ല, 3ലും കൂടെ. അല്ല, മാൻ ഓഫ് ദി മാച്ച് ഞാൻ എല്ലാത്തിലും സെക്കൻഡ്. നീരജ് ഹീറ്റ് 41 സെക്കൻഡ്, നീരജ് ഹീറ്റ് 43 സെക്കൻഡ്, നീരജ് ഹീറ്റ് 40 അത് ഫസ്റ്റ് 39 ആണ്. അപ്പൊ ഇതില് ഞാനല്ലേ ലാസ്റ്റ് അല്ലേ? അല്ലല്ലോ, നീരജ് 6ാമത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൈയൊക്കെ ഇച്ചിരി പെയിൻ ആകണമെങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണ് എക്സ്പീരിയൻസ് പറയാൻ? ചുറ്റും ഒന്നും കാണാൻ പറ്റുന്നില്ല. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ആയിരിക്കും. അപ്പൊ റോക്കറ്റിലൊക്കെ പോകുന്ന എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഞാൻ തന്നെ ഫസ്റ്റ് കണ്ടല്ലോ. ആകെ ലാസ്റ്റ് ഹീറ്റിൽ മാത്രമാണ് ജയിച്ചത്. ഇവനെ മുക്കി എന്റെ പിന്നാലെ പക്ഷെ ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ബെസ്റ്റ് ആരാണെന്ന്. എല്ലാ ഹീറ്റിലും സെക്കൻഡ് അടിച്ച ഞാൻ, അല്ലാതെ 6ഉം 5ഉം വന്നിട്ട് ഫസ്റ്റ് അടിച്ചിട്ട് കാര്യമില്ല. റിസൾട്ട് കാണുമ്പോ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവും. അതെ ആണ്. അവര് കമന്റ് നിങ്ങൾ കമന്റ് ചെയ്യൂ, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതെന്തായാലും റിസൾട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ. നിനക്ക് 50 സബ്സ്ക്രൈബറാണ് ഉള്ളത്. അവർ റിസൾട്ട് നോക്കുക വന്ന പോയാ ശരിയാണ്. അങ്ങനെ കഴിക്കാൻ ഇവിടെ മസാല ഹഡ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി നല്ല ടയേർഡാണ് ഇവരെല്ലാവർക്കും. എനിക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാൻ ഡെയിലി പിന്നെ വർക്കൗട്ട് ചെയ്യണോണ്ട് കുഴപ്പമില്ല. ഫുഡൊക്കെ കഴിച്ച് നമ്മളൊന്ന് ജസ്റ്റ് വാക്കിന് വന്നതാ. ഇപ്പൊ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് എല്ലാവരും. നല്ല വ്യൂ കാണിച്ചു. വ്ളോഗിങ്ങാ? എന്ത് ലെഫ്റ്റ്? ഡിജോൺ ചേട്ടാ, ബ്ലോക്ക് ഒന്ന് മാറോ? ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്ക. മാറങ്ങോട്ട്.
ഞാൻ വൈറലാ അല്ല അത് കാണിക്കാൻ. എന്നിട്ട് നീ വ്ലോഗ് ഇടാൻ പോണതൊക്കെ ഈ കൂട്ടിമുട്ടി അയ്യോ കൂട്ടിമുട്ടി കൂട്ടിമുട്ടി ഇതാ മുട്ടുന്നു മുട്ടി Guys. മുട്ടി 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 ഹൈ ടൈഡായി കണ്ട മുട്ടി ഗൈസ്. കടല് കയറി വരികയാണ്. കണ്ട കടല് കയറി വരുന്നുണ്ടേ. ഇതൊക്കെ ഈ വ്ളോഗിൽ മാത്രമേ കാണാൻ പറ്റൂ. നേരിട്ട് കാണുന്നത്. അയ്യോ എന്റെ അടുക്കെത്തി നോക്കിയേ. ഓടിക്കോടാ. അയ്യോ നമ്മള് വരാൻ കാത്തി ഹൈ ടൈഡായേ. ഇതാ വെള്ളമൊക്കെ കയറണ ഫാസ്റ്റ് ഉണ്ടോ. ഇപ്പൊ ലോട്ടല്ലേ പിന്നെ ഇങ്ങനെ വെള്ളം കയറി പറഞ്ഞ ഗൈസ്. അങ്ങനെ നമ്മുടെ 1 ഡേ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ടയർഡാണ് എല്ലാരും. ഞാൻ കേടല്ല. അതെന്ത് നീ ടയർഡല്ല? ടയർഡല്ല, ഞാനും ടയർഡല്ല. അപ്പൊ ഞാൻ മാത്രം ടയർഡ്. വന്നവനാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ തേർഡ്. ചുമ്മാ ഒറ്റക്കടി ഒറ്റ ബാക്കിയെല്ലാം പൊട്ടി പോയി. ഗൈസ് നിങ്ങൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടിരിക്കണം. ഓക്കെ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയി ഞാൻ എപ്പോഴെങ്കിലൊക്കെ വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. അതെ